ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 ജൂലൈ മാസം 10-ാം തീയതി ബുധനാഴ്ച ദിവസം 1799 മിഥുനമാസം 26-ാം തീയതി ഇന്ത്യൻ തീയതി ആഷാഢമാസം 19-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:14 അസ്തമയം വൈകുന്നേരം 6:40 നാളത്തെ തിഥി ഉദയാൽപരം തിഥി ചതുർത്ഥി തിഥിയാണ്. ചതുർത്ഥി തിഥി നാളെ രാവിലെ, അതായത് ബുധനാഴ്ച രാവിലെ 7:54 വരെ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ പഞ്ചമി തിഥിയാണ് ആരംഭിക്കുക. ബുധനാഴ്ച രാവിലെ 7:54 മുതൽ പഞ്ചമി തിഥിയാണ് ആരംഭിക്കുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. നാളത്തെ ഉദയാൽപരം നക്ഷത്രം മകം നക്ഷത്രമാണ്. മകം നക്ഷത്രം ബുധനാഴ്ച രാവിലെ 10:16 വരെ ഉണ്ടായിരിക്കും. അതിനുശേഷമാണ് പൂരം നക്ഷത്രം ആരംഭിക്കുക. അപ്പോൾ നാളത്തെ ഉദയാൽപരം നക്ഷത്രം മകം നക്ഷത്രമാണ്. ബുധനാഴ്ച രാവിലെ 10:16 വരെ മകം നക്ഷത്രമുണ്ട്. 10:16 മുതൽ മുമ്പോട്ട് പകൽക്കാലം മുഴുവനും രാത്രിയും പൂരം നക്ഷത്രമായിരിക്കും എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഈ അധ്യായത്തിൻ്റെ തലക്കെട്ട് പൂരം നക്ഷത്രം എന്നാണ് കൊടുത്തിരിക്കുന്നത്. പൂരം നക്ഷത്രം ആരംഭിക്കുന്ന സമയം ബുധനാഴ്ച രാവിലെ 10:16 പൂരം നക്ഷത്രം അവസാനിക്കുന്ന സമയം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:06 അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ പൂരം നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പൂരം നക്ഷത്രം എന്ന് പറയുന്നത് ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രമാണ്. മനുഷ്യഗണത്തിൽപ്പെട്ട സ്ത്രീ നക്ഷത്രമാണ് പൂരം നക്ഷത്രം. ഈ നക്ഷത്രത്തിൻ്റെ ദേവത ആര്യമാവാണ്. മൃഗം ചുണ്ടലിയാണ്. ഭൂതം ജലമാണ്. പക്ഷി ചകോരമാണ്. വൃക്ഷം പ്ലാശാണ്. ശുക്രദശയിലാണ് പൂരം നക്ഷത്ര ജാതകരുടെ ജനനം. അതായത് പൂരം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ ആദ്യത്തെ ദശാകാലമാണ് ശുക്രദശാകാലം. ശുക്രദശാകാലത്തോടെയാണ് പൂരം നക്ഷത്ര ജാതകർ അവരുടെ ജീവിതം ആരംഭിക്കുന്നത്. അപ്പോൾ നാളത്തെ നക്ഷത്രത്തെക്കുറിച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഈ അധ്യായത്തിൽ ചിന്തിക്കുന്ന കാര്യം നാളത്തെ നക്ഷത്ര ദിവസത്തെക്കുറിച്ചാണ്. നാളെ പൂരം നക്ഷത്രം ബുധനാഴ്ച ദിവസവുമായി കൂടിച്ചേരുന്നു. അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നത് നാളത്തെ ദിവസം മൂലം, പൂരാടം, അതുപോലെ തന്നെ മകം, പൂയം, തിരുവാതിര, കാർത്തിക, ഭരണി ഇത്രയും നാളുകാരുടെ ജീവിതത്തിലാണ് നാളത്തെ ദിവസം നല്ല ഫലങ്ങൾ വന്നു ചേരുന്നത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. നാളത്തെ ദിവസം നല്ല ഫലങ്ങൾ വന്നു ചേരുന്നത് കാർത്തിക, ഭരണി, അതുപോലെ തന്നെ പൂയം, തിരുവാതിര, മകം, മൂലം, പുരാടം ഇത്രയും നാളുകാരുടെ ജീവിതത്തിലാണ് നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളത്, വന്നു ചേരുമെന്നുള്ളതല്ല, സാധ്യതയുള്ളത്, നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ളത് തിരുവോണം, അതുപോലെ തന്നെ ആയില്യം, പുണർദം, മകയിരം എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഈ നാളുകാർ നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ള ഒരു അറിയിപ്പ് അവർക്ക് കിട്ടിയത് കൊണ്ട് നാളത്തെ ദിവസം വളരെ ശ്രദ്ധയോടുകൂടി വേണം എല്ലാ കാര്യങ്ങളും ഏർപ്പെടുവാൻ എന്നാണ് ജ്യോതിഷം ഓർപ്പിക്കുന്നത്. ബാക്കിയുള്ള നാളുകാർക്കൊക്കെ സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നുള്ളതും ജ്യോതിഷം ഓർപ്പിക്കുന്നു. ഇനി നമ്മൾ ഈ അധ്യായത്തിൽ ചിന്തിക്കുന്നത് നാളെ പകൽ സമയത്തെ ശുഭസമയത്തെക്കുറിച്ചാണ്. നാളെ ബുധനാഴ്ച ദിവസം രാവിലെ 6:14 മുതൽ 10:44 വരെ ശുഭസമയമാണ്. അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 11:36 മുതൽ 12:24 വരെയുള്ള അഭിജിത്ത് മുഹൂർത്ത സമയം ശുഭസമയമാണ്. വീണ്ടും ഉച്ചകഴിഞ്ഞ് 1:44 മുതൽ 4:44 വരെയും ശുഭസമയമാണ്. ഈ ശുഭസമയങ്ങൾ നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്ത് ജീവിത വിജയം നേടണമെന്ന് ജ്യോതിഷം ഓർപ്പിക്കുന്നു. ഇനിയും സംഖ്യാശാസ്ത്രമാണ് ചിന്തിക്കുന്നത്. സംഖ്യാശാസ്ത്രം ചിന്തിക്കുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ. നാളത്തെ തീയതി 10 ഒറ്റസംഖ്യ ആക്കുമ്പോൾ 1 വരും. അപ്പോൾ ഏതൊരു മാസവും 1, 10, 19, 28 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ 1 വരുന്നു. അപ്രകാരമുള്ളവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നുള്ളതാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുവാൻ നാളത്തെ ദിവസം മഞ്ഞ, ഇളനീല, ഇളം ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കണം. മാത്രമല്ല പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ AIJQY എന്നീ അക്ഷരങ്ങളും വേണം. അപ്പോൾ
അപ്പോൾ ഇപ്രകാരമുള്ളവർക്ക് നാളത്തെ ദിവസം അനുകൂലമായ നല്ല ഫലങ്ങൾ തീർച്ചയായിട്ടും വന്നു ചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യവും ഈ വീഡിയോയിൽ കൂടി പറയുന്നത്. പ്രിയപ്പെട്ടവർക്ക് വളരെ ഉപകാരപ്രദമായ കാര്യമാണ്. ജ്യോതിഷം ഒരു ശാസ്ത്രമാണ്. ആ ശാസ്ത്ര അറിവാണ് പ്രിയപ്പെട്ടവരുമായിട്ട് ഈ വീഡിയോയിൽ കൂടി പങ്കുവയ്ക്കുന്നത്. അതുപോലെ തന്നെ ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്നവർക്ക് അവരുടെ സമയത്തെക്കുറിച്ച് കൃത്യമായി അറിഞ്ഞ് വ്യക്തമായി അവരുടെ സമയം ഇപ്പോൾ ഏത് വിധത്തിലുള്ളതാണ്, നല്ലതാണോ മോശമാണോ, എത്ര നാൾ നിലനിൽക്കും, എന്തെങ്കിലും പരിഹാരം ചെയ്യണമോ, ജീവിതം രക്ഷപ്പെടുമോ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജ്യോതിഷപരമായ സേവനങ്ങളിലൂടെ നിങ്ങൾക്ക് ഞാൻ നൽകുന്നതാണ്. താല്പര്യമുള്ളവർ ഈ സ്ക്രീനിലുള്ള ഫോൺ നമ്പറിൽ വാട്സപ്പ് മുഖേന ബന്ധപ്പെടാവുന്നതാണ്. ഫോണിൽ നേരിട്ട് വിളിച്ചും സംസാരിക്കാവുന്നതാണ്. അപ്പോൾ അപ്രകാരമുള്ള സേവനങ്ങൾ എന്നിൽ നിന്നും വിശ്വസ്തയോടുകൂടി പ്രിയപ്പെട്ടവർക്ക് ലഭിക്കുന്നതാണ് എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുന്നു. നിങ്ങളുടെ ജീവിതം എത്ര പരാജയത്തിലാണെങ്കിലും നിങ്ങളെ അവിടുന്ന് കൈപിടിച്ചുയർത്തുവാൻ എനിക്ക് കഴിയും. ജ്യോതിഷത്തിൽ കൂടി ഞാൻ നിങ്ങളെ സഹായിക്കാം. തീർച്ചയായിട്ടും മഹാദേവൻ്റെ അനുഗ്രഹത്തോടു കൂടി ജ്യോതിഷപരമായ കാര്യങ്ങളിൽ കൂടി നിങ്ങളുടെ ജീവിതത്തെ ഞാൻ കൈപിടിച്ചുയർത്താം. നാളിതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നേട്ടവുമില്ല, നിങ്ങളുടെ കടബാധ്യതകൾ കൊടുത്തു തീർക്കാൻ കഴിയുന്നില്ല, നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളാണോ, എന്ത് പ്രശ്നങ്ങളായിക്കോട്ടെ അതിനെല്ലാം പരിഹാരമുണ്ട്. പരിഹാരമില്ലാത്ത ഒരു പ്രശ്നങ്ങളും ഈ ലോകത്തില്ല. അതിനെല്ലാം പരിഹാരമുണ്ട്. നിങ്ങൾക്ക് വലിയ സാമ്പത്തികമായ മുടക്കില്ലാതെ, ചിലവില്ലാതെ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരുവാൻ എനിക്ക് കഴിയും. മഹാദേവൻ്റെ ശക്തി കൊണ്ട്, മഹാദേവൻ്റെ കൃപ കൊണ്ട്, അനുഗ്രഹം കൊണ്ട് അതിന് സാധിച്ചു തരാം. ഞാനത് വാക്കു പറയുന്നു. താല്പര്യമുള്ളവർ ഈ സ്ക്രീനിലുള്ള ഫോൺ നമ്പറിൽ ഞാനുമായി ബന്ധപ്പെടുക. തീർച്ചയായിട്ടും മഹാദേവൻ്റെ അനുഗ്രഹവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അപ്പോൾ താല്പര്യമുള്ളവർ ഈ ഫോൺ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ഇനി നമ്മൾ ഈ അധ്യായത്തിൽ ചിന്തിക്കുന്ന വിഷയം നക്ഷത്രഫലമാണ്. നക്ഷത്രഫലം എന്നുള്ളത് നാളെ നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നക്ഷത്രഫലത്തിൽ കൂടി ഒരു മുന്നറിയിപ്പായിട്ട് സ്വീകരിക്കുന്നത്, കേൾക്കുന്നത് അല്ലെങ്കിൽ അറിയുന്നത്. മനുഷ്യരുടെ ജീവിതത്തിൽ നാളത്തെ അല്ലെങ്കിൽ നമുക്ക് തൊട്ട് മുമ്പുള്ള ഒരു മിനിറ്റ് പോലും വളരെ വിലയേറിയതാണ്. ആ ഒരു മിനിറ്റിൽ എന്താണ് സംഭവിക്കുന്നത് പോലും നമുക്കറിയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ മുൻപിലുള്ള ആ ഒരു നിമിഷത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുവാനുള്ളൊരു ശാസ്ത്രമാണ് ജ്യോതിഷം. അപ്പോൾ അതിനെ നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. ശ്രദ്ധയോടുകൂടി കേൾക്കുക. അതിൻ്റെ ഒരു ഏകദേശ രൂപം നമ്മൾ മനസ്സിൽ ഉണ്ടാക്കുക. അതുപ്രകാരം നമ്മൾ ജീവിക്കുക, നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക. തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകും. അതിനുവേണ്ടിയാണ് ഈ നക്ഷത്രഫലം ഞാൻ പറഞ്ഞു തരുന്നത്. ഇതാരെയും ഭയപ്പെടുത്തുവാനോ വേദനിപ്പിക്കുവാനോ ഉള്ള കാര്യമല്ല എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുന്നു. നക്ഷത്രഫലം മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തികക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹധന്മ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. എന്നാൽ മാതാവിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ മാതാവ് പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസവും കൂടി ആയിരിക്കും. പിതാവിനെ കൊണ്ട് അനുകൂലമായ അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ്. ബന്ധുക്കളുടെ സഹകരണം ഉണ്ടാകുന്നൊരു ദിവസമാണ്. തീർച്ചയായിട്ടും ഇവരുടെ ഇപ്പോഴത്തെ സമയപ്രകാരം ഇവരുടെ 7ാം ഭാവാധിപൻ ശുക്രനുമായിട്ട് ബുധൻ ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട്, വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട് ബന്ധുക്കളുടെ സഹകരണമൊക്കെ കാര്യമായി ലഭിക്കുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. സഹോദരങ്ങൾ, സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നുള്ള നല്ല സഹകരണം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ദാമ്പത്യ ജീവിത വിജയം ഉണ്ടാകുന്ന ദിവസമാണ്. ശത്രുത വന്നു ചേരാൻ സാധ്യതയില്ല. ഭാഗ്യകരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. തൊഴിൽപരമായ നേട്ടമാണ്. ദൈവാനുഗ്രഹമുള്ള ഒരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹധന്മ അനുകൂലമായ ഒരു ദിവസമല്ല. നാളത്തെ ദിവസം രോഗം, ദാമ്പത്യ ജീവിതം, കടബാധ്യത എന്നിങ്ങനെയുള്ള വിഷയങ്ങളാൽ, സ്ത്രീകൾ മുഖേനയുള്ള വിഷയങ്ങളാലും ഭാരപ്പെടുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും നല്ല അനുഭവത്തെ തരുന്ന ദിവസമല്ല. പിതാവിൻ്റെ സ്ഥിതി ഇവർക്ക് അനുകൂലമായ ദിവസവുമല്ല. മാതാവിൻ്റെ സ്ഥിതി ഇവർക്ക് അനുകൂലമായ നല്ല അനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. നാളത്തെ ദിവസം ബന്ധുക്കളുടെ സഹകരണം കാര്യമായിട്ടൊന്നും വന്നു ചേരാൻ സാധ്യതയില്ല. സഹോദരങ്ങൾ, സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം ഏറെക്കുറെ പ്രതീക്ഷിക്കാം. ദാമ്പത്യ ജീവിത സുഖക്കുറവ് അനുഭവത്തിൽ വന്നു ചേരും. ശത്രു നിറഞ്ഞ അനുഭവങ്ങളൊന്നും വന്നു ചേരാൻ സാധ്യത നാളത്തെ ദിവസം ഉണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ശത്രു നിറഞ്ഞ അനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ ഇടയുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾ മുഖേനയുള്ള ശത്രുതകളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അത് മുഖേന ഈ നാളുകാർ സൽപ്രവർത്തികളേക്കാൾ
കൂടുതലായിട്ട് ദുഷ്പ്രവൃത്തികൾ ചെയ്യുവാനും സഞ്ചാരം ചെയ്ത് ധനം അനാവശ്യമായി ചെലവഴിച്ചു പോകാനും ഒക്കെ സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഭാഗ്യക്കേടുകളും ഭാഗ്യാനുഭവങ്ങളും വന്നു ചേരാം. തൊഴിൽപരമായ അനുകൂലമാണ്. ദൈവാനുഗ്രഹം കൂടുതലായിട്ട് വന്നു ചേരുന്ന ദിവസവുമല്ല നാളത്തെ ദിവസം എന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക. ഇനിയും മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം, 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ അത്ര അനുകൂലമായ ദിവസമല്ല. ദൈവാധീനക്കുറവ് ജീവിതത്തിൽ അനുഭവപ്പെടുന്നൊരു സമയമാണ്. ചിലപ്പോൾ നീചരുമായി കൂട്ടുകൂടാം, നീചബന്ധത്തിലകപ്പെടുവാനും ഒക്കെ സാധ്യതയുണ്ട് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും ബന്ധുക്കൾ മുഖേന മെച്ചമായ അനുഭവത്തിൽ കൂടി കടന്നു പോകും. ബന്ധുക്കളുടെ സഹകരണം, ധനപരമായ വിഷയത്തിൽ ബന്ധുക്കളുടെ സഹകരണം, കുടുംബ വിഷയത്തിൽ ബന്ധുക്കളുടെ സഹകരണമൊക്കെ കാര്യമായി ലഭിക്കുന്ന ദിവസമാണ്. അതുപോലെ തന്നെ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങളും കുടുംബത്തിൽ വന്നു ചേരുന്നൊരു ദിവസമായിരിക്കും നാളത്തെ ദിവസം. മാതാവിൻ്റെ സ്ഥിതി ഇവർക്ക് അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു. പിതാവിൻ്റെ സ്ഥിതി അനുകൂലമല്ല എങ്കിലും പിതാവിനെ ഇവർ സ്നേഹിക്കുന്ന ഒരു ദിവസമായിരിക്കും നാളത്തെ ദിവസം. അതുപോലെ തന്നെ കലാകാരന്മാരൊക്കെ ശോഭിക്കുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. സുഹൃത്തുക്കൾ, സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണമൊന്നും കാര്യമായി ഉണ്ടാകുന്ന ദിവസം ആയിരിക്കുകയില്ല. എന്നാൽ ചിലർക്ക് സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള സഹായങ്ങളും ലഭിക്കുന്നൊരു ദിവസമാണ്. ദാമ്പത്യ ജീവിത സുഖം ഇവർക്ക് കുറവായിരിക്കും. ശത്രുത നിറഞ്ഞ അനുഭവങ്ങളൊന്നും തന്നെ വന്നു ചേരാൻ ഇടയില്ല. ഭാഗ്യകരമായ അനുഭവങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ദിവസമല്ല. തൊഴിൽപരമായി ഇവർക്ക് അത്ര അനുകൂലമായ ദിവസമല്ല. ദൈവാനുഗ്രഹം ഇവരെ തുണയ്ക്കുന്ന ഒരു ദിവസവുമല്ല നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനിയും കർക്കിടകക്കുറാണ്. കർക്കിടകക്കുറിൽപ്പെട്ട പുണർതം, കാല്, പൂയം, ആയില്യം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മയൊക്കെ അനുകൂലമായ ദിവസമാണ്. നല്ല പ്രവൃത്തികളും നല്ല ആശയങ്ങളും ആരെയും ആകർഷിക്കുന്ന വിധത്തിൽ പെരുമാറുകയും അത്തരത്തിലുള്ള ഒരു പ്രകൃതത്തോടു കൂടിയൊക്കെ ജീവിക്കുകയും ചെയ്യുന്നൊരു ദിവസമാണ്. നല്ല ആരോഗ്യമുള്ള ദിവസമാണ്. കലാരംഗത്ത് ശോഭിക്കുവാൻ കഴിയുന്നൊരു ദിവസമൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം. സുഖം, സ്വസ്ഥത, ദേഹനന്മ അനുകൂലമായ ദിവസമാണ്. കുടുംബത്തിൻ്റെയും ധനത്തിൻ്റെയും സ്ഥിതി, കുടുംബസ്ഥിതിയും ധനസ്ഥിതിയും അല്പം ക്ലേശത്തിൽ കൂടി കടന്നു പോകും. അല്ലെങ്കിൽ അതിൽ പൂർണ്ണ തൃപ്തികരമായ അനുഭവത്തിൽ കൂടിയല്ല കടന്നു പോകുന്നത്. എങ്കിലും നാളത്തെ ദിവസം മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. അതുപോലെ തന്നെ ഇവർക്ക് നാളത്തെ ദിവസം ബന്ധുക്കളുടെ സഹകരണമൊക്കെ കാര്യമായിട്ട് ലഭിക്കുന്നൊരു ദിവസമാണ്. അപ്പോൾ അത്തരത്തിലുള്ള അനുഭവങ്ങളിൽ കൂടി, അതായത് ഇവരുടെ കുടുംബങ്ങൾ മുഖേന, മാതാവിന് മുഖേനയുള്ള ബന്ധുക്കാർ മുഖേനയൊക്കെ നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അപ്പോൾ ഈ കുടുംബത്തിൻ്റെയും ധനസ്ഥിതിയുടെയും ബുദ്ധിമുട്ടിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നുമൊക്കെ മാറി ചിന്തിക്കുന്ന ഒരു ദിവസമാണ്. അവരുടെ കുടുംബത്തിലും ധനപരമായ വിഷയത്തിലുമൊക്കെ അവർക്ക് പ്രതിസന്ധി ഉണ്ടെങ്കിലും ബന്ധുക്കൾ അല്ലെങ്കിൽ മാതാവിൻ്റെ ബന്ധുക്കൾ അങ്ങനെയുള്ളവരൊക്കെ സഹകരിക്കുന്നത് മൂലം ആ പ്രശ്നങ്ങളിൽ നിന്നും അവർ മാറിപ്പോകുന്നതാണ്. ആ ഒരു വേദനയിൽ നിന്നും അവർക്കൊരു മുക്തി കിട്ടുന്ന ദിവസമാണ്. സഹോദരങ്ങൾ, സുഹൃത്തുക്കളുടെ സഹകരണമൊക്കെ നാളത്തെ ദിവസം കാര്യമായി ഉണ്ടാകുന്ന ദിവസമാണ്. ദാമ്പത്യ ജീവിത സുഖക്കുറവ് നിലനിൽക്കുന്ന സമയമാണ്. ശത്രുതയൊന്നും വന്നു ചേരുവാൻ സാധ്യതയില്ല. ഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. തൊഴിൽപരമായ നേട്ടമുണ്ട്. ദൈവാനുഗ്രഹം നാളെ ഇവർക്ക് തുണ ചെയ്യുന്ന ഒരു ദിവസവും കൂടിയാണ് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനിയും ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂര, ഉത്രം, കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥ, ദേഹനന്മ അനുകൂലമായൊരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണെങ്കിലും നാളത്തെ ദിവസം ഇക്കാര്യങ്ങളിൽ ശത്രു നിറഞ്ഞ അനുഭവങ്ങളും വന്നു ചേരാൻ ഇടയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. മാതാവിൻ്റെ സ്ഥിതി അവർക്ക് അനുകൂലമാണ്. പിതാവിൻ്റെ സ്ഥിതി ഇവർക്ക് അനുകൂലമാണ്. നാളത്തെ ദിവസം ബന്ധുക്കളുടെ സഹകരണമൊക്കെ ഇവർക്ക് ലഭിക്കുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ ധനനേട്ടം, കാര്യവിജയം, വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ദിവസം. അപ്പോൾ അങ്ങനെയുള്ള നല്ല ഫലങ്ങളൊക്കെ വന്നു ചേരുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ നാളത്തെ ദിവസം ദാമ്പത്യ ജീവിത സുഖക്കുറവ് അനുഭവത്തിൽ വന്നു ചേരാൻ ഇടയുണ്ട്. ശത്രുത നിറഞ്ഞ അനുഭവങ്ങളും വന്നു ചേരാൻ ഇടയുണ്ട്. തൊഴിൽപരമായി നാളത്തെ ദിവസം ഈ നാളുകാരെ സംബന്ധിച്ചോളം അനുകൂലമായ ദിവസമാണ്. ദൈവാനുഗ്രഹം ഇവർക്ക് തുണയ്ക്കുന്ന ഒരു ദിവസവും കൂടിയാണ് നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനിയും കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാല, അത്തം, ചിത്തിര, 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം ഈ നാളുകാരായിട്ടുള്ള കലാകാരന്മാരൊക്കെ ശോഭിക്കുന്നൊരു ദിവസമാണ്. സുഖം, സ്വസ്ഥത, ദേഹനന്മ അത്ര തൃപ്തികരമായ ഒരു അനുഭവത്തെ കൊടുക്കുന്ന ദിവസവുമല്ല. കുടുംബത്തിൻ്റെയും ധനത്തിൻ്റെയും സ്ഥിതി ഏറെക്കുറെ അനുകൂലമാണെങ്കിലും അവിടെ ഏതെങ്കിലും വിധത്തിലുള്ള ശത്രു നിറഞ്ഞ അനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ പിതാവിനെ കൊണ്ട് ഇവർക്ക് അനുകൂലമായൊരു ദിവസമാണ്. മാതാവിനെ കൊണ്ട് അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമല്ല എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. നാളത്തെ ദിവസം ഇവർക്ക് ബന്ധുക്കളുടെ സഹകരണമൊക്കെ കാര്യമായിട്ടുണ്ടാകുന്നൊരു ദിവസവുമാണ്. അതുപോലെ തന്നെ സുഹൃത്തുക്കൾ, സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം ഇവർക്ക്
തിക്താനുഭവമായി മാറുവാനും സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ നാളത്തെ ദിവസം ഇവർക്ക് സുഖക്കുറവ് അനുഭവപ്പെടുവാനും സാധ്യതയുള്ള ദിവസമാണെന്നാണ്. ചിലരൊക്കെ നാളത്തെ ദിവസം രോഗം അല്ലെങ്കിൽ കടബാധ്യത അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളാലൊക്കെ ഭാരപ്പെടുവാൻ സാധ്യതയുള്ള ദിവസം കൂടിയാണ്. ഭാഗ്യകരമായ അനുഭവങ്ങളൊന്നും ഇവരെ തേടി വരുവാൻ സാധ്യതയില്ല. തൊഴിൽപരമായി ഇവർക്ക് അനുകൂലമാണ്. ദൈവാനുഗ്രഹം ഒരു പരിധി വരെ ഇവരെ തുണയ്ക്കുന്ന ഒരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അതുപോലെ ബുധ ശുക്ര യോഗം ചെയ്ത് നിൽക്കുന്നു ഒരു സാഹചര്യം ഇവരുടെ ഗ്രഹനിലയിലുണ്ട്. അതായത് ചാരവശാൽ ബുധ ശുക്ര യോഗം 11ാം ഭാവത്തിൽ വന്നു ചേരുന്നത് കൊണ്ട് സംഭവിക്കുന്നത് കൊണ്ട് ഇവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കുവാൻ സാധ്യതയുള്ള ദിവസം കൂടിയാണ് നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനിയും തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖ 3/4 നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹനന്മ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടവും എല്ലാം പ്രതീക്ഷിക്കാം. മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. പിതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. ബന്ധുക്കളുടെ സഹകരണം ഉണ്ടാകുന്ന ദിവസമാണ്. സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള സഹായങ്ങൾ ലഭിക്കുന്ന ദിവസമാണ്. ദാമ്പത്യ ജീവിത വിജയമുണ്ടാകുന്ന ദിവസമാണ്. മംഗളകരമായ കർമ്മങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അല്ലെ അവരുടെ കുടുംബത്തിൽ നടക്കുന്ന ദിവസമാണ്. തൊഴിൽപരമായ നേട്ടമുണ്ട്. ഭാഗ്യാനുഭവങ്ങളുണ്ട്. നാളത്തെ ദിവസം ഇവരെ സംബന്ധിച്ചോളം വലിയ നേട്ടമാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുക എന്നുള്ളതാണ് നാളത്തെ ഫലമായി പറഞ്ഞു തരുവാനുള്ളത്. നാളത്തെ ദിവസം ഇവർക്ക് സമ്പത്ത് വന്നു ചേരും. നല്ല ആരോഗ്യമുള്ള ദിവസം. പുതിയ വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, സുഖസൗകര്യങ്ങൾ, നല്ല വിദ്യാഗുണം, അതായത് നല്ല അറിവുള്ളവരെ പോലെ പെരുമാറുക, പണ്ഡിതന്മാരെ പോലെ ശോഭിക്കുക, അങ്ങനെ ഒരുപാട് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ഇവരുടെ 10ാം ഭാവത്തിൽ 2 ശുഭഗ്രഹങ്ങളാണ് നിൽക്കുന്നത്. നാളത്തെ ദിവസം ബുധൻ എന്ന് പറയുന്ന ഗ്രഹവും ശുക്രനും യോഗം ചെയ്ത് ഇവരുടെ 10ാം ഭാവത്തിൽ കേന്ദ്രഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് തുലാക്കൂറുകാരെ സംബന്ധിച്ചോളം വളരെ അനുകൂലമായ ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. എല്ലാ ദോഷങ്ങളും മറ്റുള്ള എന്തെല്ലാം ദോഷങ്ങളുണ്ടെങ്കിൽ പോലും ആ ദോഷങ്ങളെ അതിജീവിക്കുവാൻ പറ്റുന്ന ഒരു ഗ്രഹസ്ഥിതിയാണ് നാളത്തെ ദിവസം ഇവർക്കുള്ളത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഒരു കേന്ദ്രഭാവത്തിൽ 10ാം ഭാവത്തിൽ 2 ശുഭഗ്രഹങ്ങളാണ് നിൽക്കുന്നത്. അത് വലിയൊരു നേട്ടത്തെ കൊടുക്കുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖകാല അനിഴം കേട്ട നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായ ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. നാളത്തെ ദിവസം കുടുംബസ്ഥിതിയും ധനസ്ഥിതിയും ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകും. മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. പിതാവിൻ്റെ സ്ഥിതി ഇവർക്ക് അനുകൂലമായ സാഹചര്യത്തിൽ കൂടിയല്ല നിൽക്കുന്നത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പിതാവ് മുഖേന ദാമ്പത്യ പ്രശ്നങ്ങളും മറ്റു വിധത്തിലുള്ള പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ അവരെ തേടി വരുവാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളുടെ സഹകരണം ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. ദാമ്പത്യ ജീവിത സുഖം ഇവർക്ക് നാളത്തെ ദിവസം വൃശ്ചികക്കൂറുകാർക്ക് ദാമ്പത്യ ജീവിത സുഖം ഉള്ള ദിവസമാണ്. ഭാഗ്യകരമായ അനുഭവങ്ങൾ അവർക്ക് അത്ര കണ്ട് വന്നു ചേരാൻ സാധ്യതയില്ല. ചിലർക്കൊക്കെ ദശാകാലത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് ഭാഗ്യകരമായ അനുഭവങ്ങൾ വന്നു ചേരാൻ ഇടയുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ തൊഴിൽപരമായി ഇവർക്ക് നാളത്തെ ദിവസം അത്ര അനുകൂലമായ സാഹചര്യത്തിൽ കൂടിയല്ല തൊഴിൽ മേഖല കടന്നു പോകുന്നത്. അതുകൊണ്ട് തൊഴിൽ ഗുണം കാര്യമായി വന്നു ചേരണമെന്നില്ല. മേലധികാരികൾ മുഖേനയുള്ള തിക്താനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരാവുന്ന ദിവസമാണ്. ദൈവാനുഗ്രഹം ഇവരെ തുണയ്ക്കുന്നൊരു ദിവസവുമല്ല നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം 1/4 നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹനന്മ അനുകൂലമായ ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ മാതാവിൻ്റെ സ്ഥിതി അനുകൂലമായ ദിവസമാണ്. പിതാവിൻ്റെ സ്ഥിതി അവർക്ക് അത്ര അനുകൂലമായ ദിവസമല്ല. പിതാവ് മുഖേനയുള്ള പ്രതിസന്ധികൾ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ വന്നു ചേരുവാനും ഇടയുണ്ട്. അതുപോലെ നാളത്തെ ദിവസം സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്ന ദിവസമാണ്. ശത്രുത നിറഞ്ഞ അനുഭവങ്ങൾ നാളത്തെ ദിവസം അവരെ തേടി വരുവാൻ സാധ്യത കുറവാണ്. ഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ അവരെ തേടി വരുവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കലാകാരന്മാരൊക്കെ നാളത്തെ ദിവസം പ്രശസ്തരും പ്രഗത്ഭരുമായി മാറുന്നൊരു ദിവസമാണ്. വ്യാപാരികൾക്കും അങ്ങനെയുള്ള നേട്ടങ്ങൾ വ്യാപാര നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. തൊഴിൽ ഗുണമുണ്ട്. ദൈവാനുഗ്രഹം തുണയ്ക്കുന്നൊരു ദിവസമാണ്. അപ്പോൾ നാളത്തെ ദിവസം ദശാകാല സമയം കൂടെ അനുകൂലമാണെങ്കിൽ നാളത്തെ ദിവസത്തിൻ്റെ സമയവും ദശാകാല സമയവും കൂടെ അനുകൂലമാണെങ്കിൽ ഈ നാളുകാരൊക്കെ പ്രശസ്തരും പ്രഗത്ഭരും ഒക്കെ ആയി മാറി തീരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വ്യാപാരികൾക്ക് വ്യാപാര നേട്ടവും പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. മാത്രമല്ല സുഖാനുഭവങ്ങളൊക്കെ ഇവരെ തേടി വരുവാൻ സാധ്യതയുമുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം 3/4 തിരുവോണം ഔട്ടൻ 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖം സ്വസ്ഥ ദേഹനന്മ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖം പ്രതീക്ഷിക്കാം. ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാം. മാതാവിൻ്റെ സ്ഥിതി ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകും. പിതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള നല്ല സഹകരണവും പിതാവ് മുഖേന ധനധാന്യ സമൃദ്ധിയും ഒക്കെ കുടുംബത്തിൽ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസവുമാണ് നാളത്തെ ദിവസം. ബന്ധുക്കളുടെ സഹകരണമൊക്കെ പ്രതീക്ഷിക്കാം. സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുതലായവരുടെ സഹായ
സഹകരണങ്ങളും പ്രതീക്ഷിക്കാം. ദാമ്പത്യ ജീവിത വിജയം ഉണ്ടാകുന്നതാണ്. ശത്രു നിറഞ്ഞ അനുഭവങ്ങളൊന്നും തന്നെ വന്നു ചേരാനിടയില്ല. എന്നാൽ മാതാവിന് ശത്രു നിറഞ്ഞ അനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഭാഗ്യകരമായ അനുഭവങ്ങൾ ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. തൊഴിൽ നേട്ടവും ദൈവാനുഗ്രഹവും ഉണ്ട്. അതുപോലെ തന്നെ നാളത്തെ ദിവസം വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് അനുകൂലമായൊരു ദിവസമാണ്. വിദ്യ കൊണ്ട് ഗുണം ലഭിക്കുന്നൊരു ദിവസമാണ്. ബുദ്ധിശക്തി വർദ്ധിക്കുന്ന ദിവസമാണ്. കലകളിൽ ശോഭിക്കുന്ന ദിവസമാണ്. അപ്പോൾ നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളത് മകരക്കുറുകാരായിട്ടുള്ള ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം 2 പാദം നാളുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 2 പാദം, ചതയം, പൂരുട്ടാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ അത്ര അനുകൂലമായ ദിവസമല്ല. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാമെങ്കിലും നാളത്തെ ദിവസം ശത്രുത നിറഞ്ഞ അനുഭവങ്ങളായിരിക്കും. ശത്രുശല്യം ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. പ്രത്യേകിച്ച് സ്ത്രീകൾ മുഖേന ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. കലഹമുണ്ടാകുവാൻ സാധ്യതയുണ്ട്. കലഹ സ്വഭാവം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. കലഹത്തിൽ അകപ്പെടുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നാളത്തെ ദിവസം മാതാവിന് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. മാതാവിൻ്റെ ആരോഗ്യസ്ഥിതി മോശമായിരിക്കും. പിതാവ് മുഖേന കാര്യതടസ്സം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ആൺമക്കളാൽ വേദനാജനകമായ അനുഭവങ്ങൾ ഈ നാളുകാർക്ക് അനുഭവിക്കേണ്ടി വരുന്നതായ ഒരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ശത്രുത നിറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭാഗ്യക്കേടുകൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായ നേട്ടമാണെങ്കിലും ദൈവാധീനം തുണയ്ക്കുന്ന ദിവസമല്ല നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതികാല, ഉത്രട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖ, സ്വസ്ഥ, ദേഹനന്മ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ മാതാവിൻ്റെ സ്ഥിതി ഇവരെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ദിവസം അത്ര അനുകൂലമായ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്ന ദിവസമല്ല. മാതാവിന് ശത്രുത നിറഞ്ഞ അനുഭവങ്ങൾ വന്നു ചേരാം. രോഗദുഃഖ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാം. അത് മുഖേനയുള്ള ബുദ്ധിമുട്ടുകൾ ഈ നാളുകാർക്ക് വന്നു ചേരാവുന്നൊരു ദിവസവും കൂടിയാണ് നാളത്തെ ദിവസം. പിതാവ് മുഖേനയും അത്ര അനുകൂലമായ ദിവസമല്ല. പിതാവ് മുഖേന വീട്, വസ്തുവാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നഷ്ടങ്ങൾക്ക് സാധ്യത നിലനിൽക്കുന്നൊരു സമയമാണ്. എന്നാൽ നാളത്തെ ദിവസം ബന്ധുക്കളുടെ സഹകരണമൊക്കെ കാര്യമായി ഉണ്ടാകുന്ന ദിവസമാണ്. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത വിജയവും ഉണ്ടാകുന്ന ദിവസമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആൺമക്കളാൽ ഈ നാളുകാർക്ക് നാളത്തെ ദിവസം സൽപുത്ര ഭാഗ്യം, അതായത് നല്ല അനുഭവങ്ങൾ ആൺമക്കളാൽ അനുഭവത്തിൽ വന്നു ചേരുന്ന ഒരു ദിവസമാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ദിവസമാണ്. സമ്പത്തൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. പ്രത്യേക പ്രാവീണ്യം ഈ നാളുകാർക്ക് വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. സുഖാനുഭവ യോഗങ്ങൾ വർദ്ധിക്കുന്നൊരു ദിവസമാണ്. ഗുരുഭക്തിയും ദൈവഭക്തിയും ഒക്കെ വർദ്ധിക്കുകയും ഭാഗ്യാനുഭവങ്ങളൊക്കെ തുണയ്ക്കുകയും ഈശ്വരാനുഗ്രഹം വന്നു ചേരുകയും ചെയ്യുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറഞ്ഞു തരുവാനുള്ളത്. നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. മഹാദേവൻ്റെ അനുഗ്രഹം ഈ ചാനൽ കാണുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ഉണ്ടാകും. തീർച്ചയായിട്ടും ഉണ്ടാകും. അതിനുവേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരുപാട് പ്രതിസന്ധികളിൽ കൂടിയാണ് മനുഷ്യജീവിതം കടന്നു പോകുന്നത്. പ്രതീക്ഷയ്ക്കൊത്ത് ആരുടെയും ജീവിതം കടന്നു പോകുന്നത്. എല്ലാവരും പ്രശ്നങ്ങളിൽ കൂടിയും പ്രതിസന്ധികളിൽ കൂടിയൊക്കെയാണ് കടന്നു പോകുന്നത്. അങ്ങനെയുള്ളവരാണ് കൂടുതലും ജ്യോതിഷത്തെ ആശ്രയിക്കുന്നത്. അപ്പോൾ അവർക്കൊരു ആശ്വാസമായി മഹാദേവൻ്റെ കരുണയും കാരുണ്യവും ഉണ്ടാകുന്നതിന് വേണ്ടി ഞാൻ നിത്യവും അവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരുടെ മേൽ ഈ ചാനൽ കാണുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ മഹാദേവൻ്റെ അനുഗ്രഹം വന്നു ചേരും. തീർച്ചയായിട്ടും മഹാദേവൻ പ്രതിസന്ധികളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും പ്രിയപ്പെട്ടവരെ കൈപിടിച്ച് ഉയർത്തും. ഞാൻ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം പറഞ്ഞു നിർത്തുകയാണ്. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.